അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം അത് തുടങ്ങുന്നത് മരണത്തോടുകൂടെയാണ്. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവിടത്തേക്കുള്ള ഭക്ഷണം, അവിടത്തേക്കുള്ള സാദ്, അവിടത്തേക്കുള്ള മറ്റു സുഖത്തോടുകൂടെ ജീവിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ഭൗതികമായ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. നമ്മുടെ മാതാപിതാക്കളിൽ പലരും, നാമുമായി ബന്ധപ്പെട്ട പലരും നമ്മെപ്പോലെ ജീവിച്ച് അല്ലാഹു തആല അവർക്ക് കണക്കാക്കിയ ആയുസ്സ് എത്തിയപ്പോൾ അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അതേ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് നാളെ പാരത്രികമായ ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൗതികമായ ലോകത്തെ ജീവിതമെന്നുള്ളത് വളരെ നൈമിഷികം മാത്രമാണ്. ഇവിടെ കുറഞ്ഞ കാലം നമ്മളൊക്കെ ഒന്ന് വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും പരിചയപ്പെട്ടും അതിനിടയിൽ പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഓരോരുത്തരും വിട പറഞ്ഞു പോകുന്നൊരവസ്ഥ. എന്നാൽ വിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് പടച്ചയച്ചത് അമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുവിന് ആരാധനകൾ നടത്തി അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി, അതുവഴി പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. അതാണ് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചുമരിൽ കൈവച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ കആബിരി സബീൽ. ഓ ഇബ്നു ഉമർ, അങ്ങ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങൊരു വിദേശിയെപ്പോലെ ജീവിക്കണം. എന്ന് വെച്ചാൽ വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥമോ മറ്റോ പോയൊരു വ്യക്തി അദ്ദേഹം അവിടെ ആ കാലാകാലം ആ വിദേശത്ത് തന്നെ തങ്ങുക എന്നുള്ളതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. മറിച്ച് ഏത് സമയത്തും എൻ്റെ നാട്ടിലേക്ക് മടങ്ങണം, എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങണം, അവരോടൊപ്പം സന്തോഷത്തോടെ എനിക്ക് കഴിയണം. അതിനുവേണ്ടി അവരോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം വന്നിട്ടുള്ളത്. എൻ്റെ ജോലി അത് കഴിഞ്ഞാൽ എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സമ്പാദ്യവുമായി എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി അവിടെ പോയി സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയണം എന്നാണല്ലോ ഈ വിദേശീയായ യോധന മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നതുപോലെ നമ്മളിപ്പോൾ വിദേശത്താണുള്ളത്. ആഖിറമാകുന്ന നമ്മുടെ സ്വദേശത്തേക്ക് നാം മടങ്ങുന്നതിന് മുമ്പ് കൈ നിറയെ സമ്പാദ്യവുമായി ഇബാദത്തുകളുമായി റബ്ബിൻ്റെ പൊരുത്തം അത് ലഭിച്ചുകൊണ്ട് മടങ്ങാൻ സാധിച്ചവർക്കാണ് വിജയം. ഔ കആബിരി സബീൽ, അതല്ല നീ ഒരു വഴിമുറിച്ച് കിടക്കുന്ന യാത്രക്കാരനെ പോലെയാകണം. റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി എത്ര കുറഞ്ഞ സമയമാണ് അദ്ദേഹത്തിനുള്ളത്. ചെറിയൊരു ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വഴിമുറിച്ച് കിടക്കണം. എന്നതുപോലെ ഈ ഭൗതികമായ ലോകത്തിലൂടെ നമ്മുടെ സഞ്ചാരം, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരു അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം നാളെ ആഖിറത്തിലേക്ക് നമുക്ക് എന്തെല്ലാം പുറക്കിയെടുക്കാൻ കഴിയുമോ, സമ്പാദിക്കാൻ വേണ്ടി കഴിയുമോ, അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അദ്ദേഹം സ്വന്തം ശരീരത്തോട് അതല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുകയാണ്. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മഹാനവർ പറയുന്നുണ്ട്, ഇദാ അസ്ബഹത ഫലാ തൻതദിൽ മസാഅ, നീ നേരം പുലർന്നാൽ വൈകുന്നേരം വരെ ഞാനിവിടെ ജീവിക്കും, വൈകുന്നേരം ആകുമ്പോൾ നന്നാവാം എന്നൊരു ബോധം, എന്നൊരു ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇദാ അസ്ബഹത ഫലാ തൻതദിൽ മസാഅ, അതുപോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ നേരം പുലരുന്നതുവരെ ഞാനിവിടെ ജീവിക്കുമെന്നുള്ള ആ ഒരു ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. മറിച്ച് ഏത് സമയത്ത് ഈ ലോകത്തോട് വിട പറയാമെന്നുള്ള ആ ബോധത്തോടു കൂടെയായിരിക്കണം നീ ജീവിക്കേണ്ടത്. നിൻ്റെ ആരോഗ്യ സമയം രോഗമാവുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. നിൻ്റെ ജീവിതകാലം മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നീ ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് നിനക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ ഒരു ചിന്തയോടുകൂടെ ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. അല്ലാഹു തആല നമ്മെ കൂട്ടരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.